+1 കെമിസ്ട്രിയിൽ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആൻഡ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ഈ മൂന്നെണ്ണമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. മാക്സ് പ്ലാങ്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇത് പ്രപ്പോസ് ചെയ്തത്. ഇപ്പോൾ ക്വാണ്ടം തിയറി പറയുന്നത് ലൈറ്റ് എന്ന് പറയുന്നൊരു വേവ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിലും ലൈറ്റ് മൂവ് ചെയ്യുന്നത് കുറേ പാക്കറ്റുകളായിട്ടാണ് എന്നാണ് പറഞ്ഞത്. അതായത് ലൈറ്റ് മൂവ് ചെയ്യുമ്പോൾ അതിനുള്ളിൽ കുറേ എനർജിയുടെ പാക്കറ്റുകളായിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാക്കറ്റുകളെ വിളിച്ചിരുന്ന പേരാണ് ക്വാണ്ടം എന്ന് വിളിച്ചിരുന്നത് കേട്ടോ. ഓരോ പാക്കറ്റ് ഓഫ് എനർജിനെ വിളിച്ചിരുന്നതാണ്. ദാറ്റ് ഈസ് റേഡിയൻ്റ് എനർജി എന്ന് പറയുന്ന ഒരു ഫോം ഓഫ് എനർജി, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് നമ്മൾ മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും അബ്സോർബ് ചെയ്യുക എമിറ്റ് ചെയ്യുന്നത് സ്മോൾ പാക്കറ്റുകളായിട്ടാണ് വരുന്നത്. ഈ പാക്കറ്റ് ഓഫ് എനർജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്വാണ്ടം എന്ന് വിളിക്കുക. ലൈറ്റിൻ്റെയാണ് നമ്മൾ ഈ പറയുന്നതെങ്കിൽ ആ പാക്കറ്റുകൾക്ക് ചെറിയൊരു പേരിൽ വ്യത്യാസമുണ്ട്. എനർജി പാക്കറ്റ്സിനെ വിളിക്കുന്ന ഫോട്ടോൺ എന്നാണ്. ഇപ്പോൾ ഒരു ലൈറ്റ് മൂവ് ചെയ്യുമ്പോൾ അതിൽ കുറേ ഫോട്ടോണുകളായിരിക്കും ഈ മൂവ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. സോറി കാണിച്ചോ, ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് സ്മോൾ പാർട്ടിക്കിൾസ് ഓഫ് എനർജി കോൾഡ് ഫോട്ടോൺ. ആൻഡ് ദ എമൗണ്ട് ഓഫ് എനർജി, ഓരോ ഫോട്ടോണിൻ്റെയും അല്ലെങ്കിൽ ഓരോ ക്വാണ്ടത്തിൻ്റെയും എനർജി പറയാനും ക്വാണ്ടം തിയറി വെച്ചിട്ട് പറയും. ദാറ്റ് ഈസ് E ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്നാണ് കേട്ടോ. E ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ആണ്. അതിൽ ഗിവൺ ആസ് E ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ, വേറസ് അതിൽ വരുന്നത് എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6.626 × 10⁻³ ആണ്. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് വെച്ചിട്ടാണ് പറയുക എമൗണ്ട് ഓഫ് എനർജി. E ഈസ് ഈക്വൽ ടു സർ കാണിച്ചോ. അപ്പോൾ E ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ വെച്ചിട്ടാണ് പറയാം. അപ്പോൾ ദ ബോഡി അബ്സോർബ്സ് ഓർ എമിറ്റ് എനർജി ആസ് എ ഇൻറ്റഗ്രൽ ഓഫ് ക്വാണ്ടത്തിന്. അപ്പോൾ E ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്നായിരിക്കും വരാം. ന്യൂ എന്ന് പറഞ്ഞാൽ അവിടെ ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഫ്രീക്വൻസി വെച്ചിട്ടാണ്, ഫ്രീക്വൻസി ആയിട്ട് ഡയറക്റ്റ്ലി ഡിപ്പെൻഡൻ്റ് ആണ്. ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ എനർജിയും വളരെയധികം കൂടുതലായിരിക്കും ആ ഒരു ലൈറ്റിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ. അത് വെച്ചിട്ടായിരിക്കും E ഈസ് ഈക്വൽ ടു Nhν എന്നായിരിക്കും നമ്മൾ പറയുക. എന്ന് പറഞ്ഞാൽ നമ്പറാണ് കേട്ടോ. എത്ര ക്വാണ്ടമാണ് എടുക്കുന്നത്? 10 ക്വാണ്ടം ആണെങ്കിൽ 10 × hν എന്നായിരിക്കും നമ്മൾ എടുക്കേണ്ട ടോട്ടൽ എനർജി. ഇപ്പോൾ ഒരു ക്വാണ്ടമാണ് എടുക്കുന്നത്, ഇന്നിൻ്റെ വാല്യൂ 1 ആയിട്ട് എടുക്കണം. സോ അതാണ് നമ്മൾ ഈ ഒരു പറഞ്ഞ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയുടെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളോട് എഴുതാനായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഫസ്റ്റ് സെൻറ്റൻസ് ആണ് നമ്മുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാം. പ്ലസ് ഈ പറഞ്ഞ എമൗണ്ട് ഓഫ് എനർജി ഈസ് ഈക്വൽ ടു E ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് പറയുന്നതും എമൗണ്ട് അബ്സോർബ് ചെയ്യുന്നത് E ഈസ് ഈക്വൽ ടു Nhν എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. രണ്ടും എഴുതാം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി എന്ന് പറയും. ബേസ്ഡ് ഓൺ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി അന്നുണ്ടായിരുന്ന ആ ഒരു പാർട്ടിക്കിൾസിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ കുറേ ഐഡിയാസിലൊക്കെ ഡിഫറൻസ് വന്നു. ബേസിക്കലി നമ്മൾ ഈ പറഞ്ഞ ലൈറ്റും അതുപോലെ ബാക്കിയുള്ള റേഡിയേഷൻസ് എല്ലാം വേവ് നേച്ചർ മാത്രമേ കാണിക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി വന്നപ്പോൾ അതിനൊരു പാർട്ടിക്കിൾ നേച്ചർ കൂടിയുണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ആ ഒരു പാർട്ടിക്കിൾ നേച്ചർ പറയാനായിട്ട് ഇപ്പോൾ 2 നേച്ചറുണ്ട് നമ്മുടെ ഇതിന്. വേവിന് വേവ് നേച്ചർ, ലൈറ്റിന് വേവ് നേച്ചറുണ്ട്, പാർട്ടിക്കിൾ നേച്ചറുണ്ട്. അപ്പോൾ ഡ്യുവൽ നേച്ചറാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഡ്യുവൽ നേച്ചർ പറയാനായിട്ട് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട് എന്ന് പറയാനായിട്ട് ശരിക്കും വേവ് നേച്ചർ പറയുന്നത് ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ പോലുള്ള ആൾക്കാരാണെങ്കിൽ അത് ഓൾറെഡി നമുക്ക് നോൺ ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈ പറഞ്ഞ ക്വാണ്ടം തിയറി ബേസ് ചെയ്ത് പാർട്ടിക്കിൾ നേച്ചറാണ് വരുന്നത് പറയുന്ന അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന 2 എഫക്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും അതുപോലെ തന്നെ ബ്ലാക്ക് ബോഡി റേഡിയേഷനും. നമുക്ക് ഈ 2 ആൾക്കാരെയാണ്. സോ ദീസ് ആർ ദി എക്സ്പെരിമെൻറ്റ്സ്. സർ കാണിച്ചോ. എക്സ്പെരിമെൻറ്റ്സ് ദാറ്റ് ഷോ ലൈറ്റ് ഹാസ് എ പാർട്ടിക്കിൾ നേച്ചർ. ഏതൊക്കെയാണ്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും അതുപോലെ തന്നെ ബ്ലാക്ക് ബോഡി റേഡിയേഷനും. ഇനി അതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്നുള്ളതാണ്. എടാ നമ്മൾ നോർമലി ഒരു സാധനത്തുമ്പോൾ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്താ? അവിടെ ലൈറ്റ് കാണാൻ പറ്റും ഒരു ബീമായിട്ട്. ഓക്കെ, കഴിഞ്ഞു. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സീസിയം, റുബീഡിയം പോലുള്ള ലോ അയണൈസേഷൻ എൻതാൽപ്പി ഉള്ള എലമെൻറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ, അവരുടെ മെറ്റലുകൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു ഷീറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ, ഇതുപോലൊരു മെറ്റൽ ഷീറ്റ് എടുക്കുകയാണെങ്കിൽ മെറ്റൽ ഷീറ്റിൽ നമ്മൾ ഈ ലൈറ്റ് കൊണ്ടുവന്ന് ഇടിക്കുകയെന്ന് വെച്ചോ. ഓക്കെ, മെറ്റൽ ഷീറ്റിൽ ഈ ഒരു ലൈറ്റ് വന്ന് ഇടിക്കുക, ഇൻസിഡൻറ്റ് ചെയ്യാമെന്ന് വെച്ചോ. ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് വന്ന് ഇടിക്കുന്നു. അങ്ങനെ ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇലക്ട്രോണുകൾ പുറത്തോട്ട് ചാടുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെറ്റൽ സർഫസുകളിൽ ലൈറ്റ് വന്നിടിക്കുന്നു, ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു? പുറത്തോട്ട് ചാടുന്നു. ഈ ഒരു കാര്യത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ദ ഫിനോമിനൻ ഇൻ വിച്ച് ഇലക്ട്രോൺസ് ആർ റിജക്റ്റഡ് ഫ്രം ദി സർഫസ് ഓഫ് ദി മെറ്റൽസ് ലൈക്ക് സീസിയം, റുബീഡിയം വെൻ എ ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ ഇറ്റ്. ഇൻസിഡൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞ എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ
ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യാൻ വന്ന് ഇടിച്ച് കഴിയുമ്പോൾ ഇലക്ട്രോണുകൾ പുറത്തോട്ട് പോകും. ലോ അയണൈസേഷൻ എൻതാൽപ്പി ഉള്ള ആൾക്കാരെ എടുക്കാൻ പറ്റുള്ളൂ, എന്നാൽ ഇലക്ട്രോൺ പെട്ടെന്ന് പോവുള്ളൂ. അല്ലെങ്കിൽ ഇലക്ട്രോൺ പെട്ടെന്ന് പോവുമോ? ഇല്ല. അപ്പോൾ ലോ അയണൈസേഷൻ എൻതാൽപ്പി ഉള്ള സീസിയം, റുബീഡിയം പോലുള്ള മെറ്റലുകളാണ് നമ്മൾ എടുക്കുക. ഈ ഒരു എഫക്റ്റിനെയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ കുറച്ച് റിസൾട്ട്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആർ റിജക്റ്റഡ് ഫ്രം ദി മെറ്റൽ സർഫസ് ആസ് സൂൺ ആസ് ദി ബീം ഓഫ് ലൈറ്റ് സ്ട്രൈക്സ് ഓൺ ഇറ്റ്. അതായത് നമ്മുടെ മെറ്റൽ സർഫസിൽ ലൈറ്റ് വന്ന് ഇടിക്കുന്നതും നമ്മുടെ ഇലക്ട്രോൺ പോകുന്നതും ഒരേ സമയത്താണ്, അല്ലാതെ രണ്ടും രണ്ട് സമയത്തല്ല. അല്ലാതെ ദർ ഇസ് നോ ടൈം ലാഗ് ഇൻ ബിറ്റ്വീൻ. ലൈറ്റ് വന്നിടിക്കുന്നു, ആ ടൈമിൽ തന്നെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ടാവും? ഇജക്റ്റ് ചെയ്യുന്നുണ്ടാവും. ദർ ഇസ് നോ ടൈം ലാഗ് ബിറ്റ്വീൻ ദ സ്ട്രൈക്കിംഗ് ഓഫ് ദി ലൈറ്റ് ബീം ആൻഡ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ്. ലൈറ്റ് വന്ന് ഇടിക്കുന്നതും ഇലക്ട്രോൺസ് പോകുന്നതും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ല. ദാറ്റ് ഈസ് ഫസ്റ്റ് തിങ്. ഇനി രണ്ടാമത്തെ കാര്യം നോക്കാം. ഇനി എത്ര ഇലക്ട്രോണുകൾ ഇജക്റ്റ് ചെയ്തു എന്നുള്ളത് നമ്മുടെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചിരിക്കും. ലൈറ്റ് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് ആണെങ്കിൽ ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഭയങ്കര ഹൈ ആയിരിക്കും. എന്നാൽ തിരിച്ചാണ് വരുന്നതെങ്കിലോ അത്രയും ഉണ്ടാവില്ല, നേരെ പോകും കേട്ടോ. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് വൺ. ഇനി ഒരു കാര്യം കൂടി ഉള്ളതെന്ന് വെച്ചാൽ എല്ലാ ലൈറ്റും വെറുതെ വന്ന് ഇടിച്ചു കഴിഞ്ഞാലൊന്നും എന്ത് ചെയ്യില്ല, അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വന്ന് ഇടിക്കണമെങ്കിൽ, ലൈറ്റ് വന്ന് ഇടിച്ചിട്ട് ഇലക്ട്രോൺ പോകണമെങ്കിൽ ഒരു മിനിമം ഫ്രീക്വൻസി എബവ് ഉള്ള ആൾക്കാർ മാത്രം വന്ന് ഇടിച്ചാലേ അവിടെ എന്ത് വരുള്ളൂ, ഈ പറഞ്ഞ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുകയുള്ളൂ. ആ ഒരു മിനിമം ഫ്രീക്വൻസിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ ത്രഷ് ഹോൾഡ് ഫ്രീക്വൻസി എന്ന് വിളിച്ചത്. അപ്പോൾ വരുന്ന ലൈറ്റിന് ഒരു മിനിമം ഫ്രീക്വൻസിയുടെ എബവ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വന്നിട്ട് എന്ത് ചെയ്യുള്ളൂ, ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ തോന്നിയ മാതിരി വന്ന് ഇടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പറ്റുമൊന്നുമില്ല കേട്ടോ. സോ ദേ ബിലോ ആ ഒരു മിനിമം ഫ്രീക്വൻസിയുടെ എബവ് വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ലൈറ്റ് എന്ത് ചെയ്യുന്നുള്ളൂ, മിനിമം ഫ്രീക്വൻസിയുടെ എബവ് വന്നു കഴിഞ്ഞാലേ ലൈറ്റ് എന്ത് ചെയ്യുള്ളൂ, അവിടെ ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതിനെയാണ് നമ്മൾ ത്രഷ് ഹോൾഡ് ഫ്രീക്വൻസി, മിനിമം ഫ്രീക്വൻസി ബിലോ വിച്ച് വി കനോട്ട് ഒബ്സർവ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കാണാൻ പറ്റാത്ത ആ ഒരു മിനിമം ഫ്രീക്വൻസിനെയാണ് നമുക്ക് എന്ത് വിളിക്കുന്നത്, ത്രഷ് ഹോൾഡ് ഫ്രീക്വൻസി എന്ന് വിളിക്കും. ത്രഷ് ഹോൾഡ് ഫ്രീക്വൻസിയുടെ മുകളിലുള്ള ഫ്രീക്വൻസികൾ വന്നിടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അവിടെ ലൈറ്റ് അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പോയിന്റും കൂടി നോക്കാം. അപ്പോൾ ആ ഒരു ത്രഷ് ഹോൾഡ് ഫ്രീക്വൻസി എന്താണ് എന്ന് ഉള്ളത് നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി പഠിക്കാനുണ്ട്, ചോദിക്കാറുണ്ട് എക്സാമിന് ഡിഫൈൻ ചെയ്തിട്ട്. സോ ഈച്ച് മെറ്റൽ ദർ ഈസ് എ മിനിമം ഫ്രീക്വൻസി ബിലോ വിച്ച് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഈസ് നോട്ട് ഒബ്സർവ്. ഈ ഒരു മിനിമം ഫ്രീക്വൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ത്രഷ് ഹോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ദാറ്റ് മിനിമം ഫ്രീക്വൻസി ഈസ് കോൾഡ് ആസ് ത്രഷ് ഹോൾഡ് ഫ്രീക്വൻസി. ഇനി ഫ്രീക്വൻസി മുകളിൽ വന്നു കഴിഞ്ഞാൽ, ത്രഷ് ഹോൾഡ് ഫ്രീക്വൻസിയേക്കാളും മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കാണാനായിട്ട് പറ്റും. ആൻഡ് ഈ വരുന്ന ത്രഷ് ഹോൾഡ് ഫ്രീക്വൻസിയുടെ മുകളിലുള്ള ഇത് വന്നു കഴിഞ്ഞാൽ, ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് വന്ന് ഇടിക്കുമ്പോൾ ഇലക്ട്രോൺസ് ഉണ്ടാവും. അതിൻ്റെ ഒപ്പം ആ ഇടിച്ചിട്ട് പുറത്തോട്ട് ചാടുന്ന ഇലക്ട്രോണിന് അതിൻ്റേതായിട്ടുള്ള കൈനറ്റിക് എനർജി കൂടി ഉണ്ടാവും. ഓക്കെ, കൈനറ്റിക് എനർജി കൂടി എന്തായാലും നിർബന്ധമായിട്ടുണ്ടാവും. സാറെ കാണിച്ചോ, ഫ്രീക്വൻസി എബവ് ആണ് വരുന്നതെങ്കിൽ, ന്യൂ സീറോനേക്കാളും എബവ് വന്നു കഴിഞ്ഞാൽ കംസ് ഔട്ട് വിത്ത് എ സെർട്ടൈൻ, അവർക്ക് എല്ലാവർക്കും ഒരു പെർട്ടിക്കുലർ കൈനറ്റിക് എനർജി ഉണ്ടാവും. അപ്പോൾ ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് ഈ പറഞ്ഞ കൈനറ്റിക് എനർജിയും കൂടുതലായിരിക്കും കേട്ടോ. ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. ഇനി ഇതിൻ്റെ എക്സ്പ്ലനേഷൻ, എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അതായത് ഈ നടക്കുന്ന എക്സ്പ്ലനേഷൻ എന്ന് പറയുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഈ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് പറഞ്ഞു തന്നത് കേട്ടോ. അദ്ദേഹത്തിന് നോബൽ പ്രൈസും കിട്ടിയിട്ടുണ്ട് 1927. സോ ഈ ഒരു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുന്ന എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഒരു ഫോട്ടോൺ വന്ന് ഇടിക്കുകയാണ്. കാരണം ലൈറ്റ് വന്ന് ഇടിക്കുക എന്ന് പറഞ്ഞാൽ ലൈറ്റിലുള്ള ഫോട്ടോണാണ് വന്ന് ഇടിക്കുന്നത്. ഇടിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ സർഫസിൽ വന്ന് ഇടിച്ചു. ഇതൊരു സീസിയത്തിൻ്റെ മെറ്റലിൻ്റെ ബാറാണ്, സർഫസാണ്, ഇതുമ വന്നാണ് ഇടിക്കുന്നത്. അങ്ങനെ ഇടിച്ച് കഴിയുമ്പോൾ നേരെ വന്ന് ഇടിച്ച് കഴിഞ്ഞാൽ ഇവിടെ എനർജി എന്ത് ചെയ്യുന്നുണ്ടാവും, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവും. ആ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്ന ആർക്കാ, ഇലക്ട്രോൺ ഒറ്റയടിക്ക് അവിടെ നിന്ന് ആ ട്രാൻസ്ഫർ ചെയ്ത എനർജി വെച്ചിട്ട് പുറത്തോട്ട് ഇജക്റ്റ് ചെയ്യും വിത്തൗട്ട് എനി ഡിലേ. ലൈറ്റ് വന്ന് ഇടിക്കുന്നതും ഇലക്ട്രോൺ എന്തുണ്ട്, എനർജി കിട്ടുന്നു, പുറത്തോട്ട് ചാടുന്നു. ഓക്കെ, സോ എത്ര എനർജി കൊണ്ടാണോ ഇടിക്കുന്നത് അത്രയും ഫാസ്റ്റായിട്ട് നമ്മുടെ ഇലക്ട്രോൺ പുറത്തോട്ട് പോകും. അതിൻ്റെ കൈനറ്റിക് എനർജിയും കൂടുതലായിരിക്കും. അതാണ് സെക്കൻഡ് പോയിൻ്റ് ആയിട്ട് പറയാം. ഗ്രേറ്റർ ദി എനർജി പോസസ്ഡ് ബൈ ദി ലൈറ്റ്, ഇലക്ട്രോൺ ഫോട്ടോണിൻ്റെ എനർജി കൂടുതലാണെങ്കിൽ അപ്പോൾ എജക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെയും എനർജി എന്തായിരിക്കും, വളരെയധികം കൂടുതലായിരിക്കും. സാർ കാണിച്ചോ. സോ ഗ്രേറ്റർ വിൽ ബി ദ കൈനറ്റിക് എനർജി കേട്ടോ. കൈനറ്റിക് എനർജിയും കൂടുതലായിട്ടായിരിക്കും വരാം. ഇനി
കൈനറ്റിക് എനർജി കൂടുതലാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ അടുത്തൊരു കാര്യം കൂടി നമുക്കതിൽ നോക്കാനുണ്ട്. ഇപ്പോൾ ഇവിടെ കൈനറ്റിക് എനർജി പറയുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടിയാണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ ഈ ത്രെഷോൾഡ് ഫ്രീക്വൻസി പറഞ്ഞില്ലേ, മിനിമം ഫ്രീക്വൻസി പറഞ്ഞു, അതേപോലെ ഒരു മിനിമം എനർജി ഉണ്ട്. അതിൻ്റെ ബിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറഞ്ഞ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കാണാൻ പറ്റില്ല. ആ ഒരു മിനിമം എനർജീനെയാണ് നമ്മൾ വർക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. ഇതേടാ ഇത് നോക്കിക്കോ. അതായത് നമ്മൾ പറഞ്ഞു ഒരു മിനിമം ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് വന്ന് ഇടിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കാണാൻ പറ്റുള്ളൂ. അതിനെ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന്. അപ്പോൾ അതിനെ കമ്പാരിറ്റീവ്ലി നമ്മുടെ ഓരോ മെറ്റലിൻ്റെ സർഫസിനും അതിൻ്റേതായിട്ടുള്ള ഒരു മിനിമം എനർജി ഉണ്ട്. ആ മിനിമം എനർജി ഉണ്ടെങ്കിൽ മാത്രം, അതിൽ കൂടുതൽ എനർജി കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇലക്ട്രോൺസ് റിജക്റ്റ് ചെയ്യുള്ളൂ. അതിനെയാണ് നമ്മൾ മിനിമം എനർജി റിക്വയർഡ് ഫോർ ദി ഇഞ്ചക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് എന്ന്. അതിനെയാണ് വർക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. W0 അല്ലെങ്കിൽ E0 വെച്ച് കാണിക്കാം. E0 അല്ലെങ്കിൽ W0 h/0 എന്ന് നമുക്ക് പറയാം. സോ മിനിമം എനർജി റിക്വയർഡ് ഫോർ ദി ഇഞ്ചക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ദി മെറ്റൽ സർഫസ്. മെറ്റൽ സർഫസിൽ നിന്ന് അങ്ങനെ ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യാനെടുക്കുന്ന എനർജി, ആ ഒരു മിനിമം എനർജി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇലക്ട്രോൺസ് ഇഞ്ചക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെയാണ് h/0 എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്ട്രൈക്ക് ചെയ്യുന്ന ഫോട്ടോൺ ഒരു പർട്ടിക്കുലർ എനർജി h/nu ആണ്. പിന്നെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ആ ഒരു മിനിമം എനർജി ഇജക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണം. h/0 ആണെങ്കിൽ ഈ പറഞ്ഞ ഡിഫറൻസ്, അവരെ തമ്മിലുള്ള ഡിഫറൻസ്, ഇപ്പം ഞാൻ എടുക്കുന്ന എനർജി h/nu ആണ്, അത് കൂടുതലാണ്. നമ്മുടെ മിനിമം എനർജി 0യാണ്. അപ്പോൾ അതിനേക്കാൾ അത്രയും എനർജി മതി. അപ്പോൾ ബാക്കിയുള്ള എനർജി ഉണ്ടാവില്ലേ, h/nuവിൽ നിന്നും h/0 മൈനസ് ചെയ്തിട്ട് ബാക്കി ഉണ്ടാകുന്ന എനർജി ഇല്ലേ, ആ എനർജി എവിടെ പോകുമെന്നറിയോ, ദാറ്റ് ഈസ് യൂസസ് ഇറ്റ് കൈനറ്റിക് എനർജി ഓഫ് ദി ഫോട്ടോ ഇലക്ട്രോൺ. അതെന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്, കൈനറ്റിക് എനർജി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ എല്ലാ മെറ്റൽ സർഫസിനും അതിൻ്റേതായിട്ടുള്ള ഒരു ത്രെഷോൾഡ് ഫ്രീക്വൻസിയും വർക്ക് ഫംഗ്ഷൻ ഉണ്ടാവും. മിനിമം ഫ്രീക്വൻസിനെ നമ്മൾ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്നും മിനിമം എനർജീനെ നമ്മൾ എന്ത് വിളിക്കുന്നു, വർക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കും. ഇനി അപ്പോൾ ഒരു ലൈറ്റ് വന്ന് ഇടിക്കുമ്പോൾ, ഫോട്ടോൺ വന്ന് ഇടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ എനർജി h/nu ആണെങ്കിൽ മിനിമം എനർജി വർക്ക് ഫംഗ്ഷൻ h/0 അവിടെ എന്ത് ചെയ്യാൻ എടുക്കുന്നുള്ളൂ, ഇലക്ട്രോൺസിന് ഇഞ്ചക്ട് ചെയ്യാൻ എടുക്കണുള്ളൂ. അപ്പോൾ h/nuവും h/0 തമ്മിലുള്ള വ്യത്യാസം മൈനസ് ചെയ്ത് കിട്ടുന്നത് എന്തായിട്ട് എടുക്കുന്നതെന്ന് അറിയോ, ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ആസ് ദി കൈനറ്റിക് എനർജി. അതെന്തായിട്ട് എടുക്കുന്നു, കൈനറ്റിക് എനർജി ആയിട്ട് എടുക്കുന്നു. ഈസ് ട്രാൻസ്ഫേർഡ് ആസ് ദി കൈനറ്റിക് എനർജി ഓഫ് ദി ഫോട്ടോ ഇലക്ട്രിക്. അത് കൈനറ്റിക് എനർജി ആയിട്ടായിരിക്കും മാറും. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ കാര്യങ്ങൾ വരാം. സോ വർക്ക് ഫംഗ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ത്രെഷോൾഡ് ഫ്രീക്വൻസി, പിന്നെ കാര്യം എന്താണ് എന്നുള്ള കാര്യം ഓക്കെ നിർബന്ധമാണ് കേട്ടോ അത് പഠിക്കുക എന്നുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചാൽ ഫസ്റ്റ് നമ്മൾ പഠിച്ചേക്കുന്ന കാര്യം മാത്രം എഴുതിയാൽ മതി. ഇനി ഇതേപോലെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന പാർട്ടിക്കിൾ നേച്ചർ കാണിക്കുന്ന ആ ഫോട്ടോൺ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. അതുകൊണ്ട് അതൊരു പാർട്ടിക്കിൾ നേച്ചർ കാണിക്കുന്ന ആളാണ്. ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ നേച്ചറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. എന്നാൽ ഇതേപോലെ തന്നെ അടുത്തൊരെണ്ണമാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്നത്. എന്താണ് എന്ന് മാത്രം നോക്കിയാൽ മതി. നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ചോദിക്കുമ്പോൾ അത് മാത്രമാണ് ഞങ്ങൾക്ക് വരുന്നത്. ബോർഡ് എക്സാം ആയിക്കോട്ടെ, ക്രിസ്മസ് എക്സാം ആയിക്കോട്ടെ, ഏത് എക്സാമിനും എന്താണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്നുള്ളത് ചോദിക്കാം. അതായത് ഒരു ബ്ലാക്ക് ബോഡി എന്താണെന്ന് മനസ്സിലായാലാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ മനസ്സിലാവുള്ളൂ. വെറുതെ ഒരു കറുത്ത ഷർട്ട് ഇട്ട ഒരു ബോഡി അല്ല ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. അതായത് എല്ലാ ടൈപ്പ് ഓഫ് ലൈറ്റിനെയും, എല്ലാ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റിനെയും അബ്സോർബ് ചെയ്യുകയും എമിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ ബ്ലാക്ക് ബോഡി എന്ന് വിളിക്കുക. സാറെ കാണിച്ചോ. ഇറ്റ് ഈസ് ആൻ ഐഡിയൽ ബോഡി വിച്ച് എമിറ്റ്സ് ഓർ അബ്സോർബ്സ് ഓൾ ഫ്രീക്വൻസീസ്. എല്ലാ ഫ്രീക്വൻസിയിലുള്ള ആൾക്കാരെയും അബ്സോർബ് ചെയ്യാം. നിങ്ങൾക്ക് കൊടുക്കുന്ന എല്ലാ സാധനങ്ങളും തിന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ഇറ്റ് എമിറ്റ്സ് ഓർ അബ്സോർബ്സ് ഓൾ ഫ്രീക്വൻസീസ്. ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് വിളിക്കുക. അത്ര രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഐഡിയൽ ബോഡി എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും ഒരു സാധനത്തിനും ഇങ്ങനെ നടക്കില്ല. അതൊരു എന്താ പറയുക, അങ്ങനെ ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ആക്ച്വൽ കേസസിൽ അങ്ങനെ ഒരു ബോഡി ഇല്ല വിച്ച് എമിറ്റ്സ് ആൻഡ് അബ്സോർബ്സ്. അതുകൊണ്ടാണ് അതിനൊരു ഐഡിയൽ ആണ് എന്നുള്ളത് പറയുന്നത് കേട്ടോ. ഐഡിയൽ ബോഡിയാണെന്ന് പറയുന്നത്. ഐഡിയൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആക്ച്വൽ ട്രൂ കേസസ് ഇല്ല റിയൽ ആയിട്ടുള്ളത്. എന്നാൽ നമുക്കതങ്ങനെ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു ബോഡി ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിനെയാണ് ഐഡിയൽ ബോഡി എന്ന് പറയാം. ഇനി റേഡിയേഷൻ എമിറ്റഡ് ബൈ ദ ബ്ലാക്ക് ബോഡീനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. സോ 3 ടോപ്പിക്കുകൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തു. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി നോക്കി, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ നോക്കി, അതുപോലെ തന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നോക്കി. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ എക്സ്പ്ലനേഷനും അതിൻ്റെ വർക്ക് ഫംഗ്ഷനും അതുപോലെ തന്നെ ത്രെഷോൾഡ് ഫ്രീക്വൻസിയും കൃത്യമായിട്ട് തന്നെ നോക്കുക. ഇത്രയും കാര്യങ്ങൾ എന്തായാലും പഠിക്കുക. എക്സാമുകൾക്ക് നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു മാർക്കിലോട്ട് ഈ 3 കേസസും പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്.